തിരുവനന്തപുരം ബാലരാമപുരത്ത് 2 വയസ്സുകാരിയെ കിണറ്റിൽ എറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ കുട്ടിയുടെ അമ്മാവൻ ഹരികുമാർ അറസ്റ്റിൽ. അമ്മയ്ക്ക് കുറ്റകൃത്യത്തിൽ പങ്കുള്ളതായി നിലവിൽ തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്ന് പോലീസ്. മൊഴിയെടുപ്പ് പൂർത്തിയായ ശേഷം ആവശ്യമെങ്കിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കാനാണ് തീരുമാനം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുഞ്ഞിന്റെ മൃതദേഹം കോട്ടുകാൽക്കോണത്തെ കുടുംബ വീട്ടിൽ സംസ്കരിച്ചു. ഒരു പകൽ നീണ്ട ചോദ്യം ചെയ്യൽ. ഒടുവിൽ അമ്മാവൻ ഹരികുമാറിന്റെ കുറ്റസമ്മതം. താനാണ് ഉറങ്ങിക്കിടന്ന 2 വയസ്സുകാരി ദേവേന്ദുവിനെ കിണറ്റിലെറിഞ്ഞ് ക്രൂരമായി കൊലപ്പെടുത്തിയതെന്ന് ഹരികുമാർ പോലീസിന് മുന്നിൽ സമ്മതിച്ചു. കേസിൽ ആദ്യഘട്ടം മുതൽ പോലീസിന്റെ സംശയനിഴലിലായിരുന്നു അമ്മ ശ്രീതു, അച്ഛൻ ശ്രീജിത്ത്, അമ്മാവൻ ഹരികുമാർ, മുത്തശ്ശി ശ്രീകല എന്നിവർ. ഇതിൽ അമ്മയുടെയും അമ്മാവന്റെയും മൊഴികളിലെ വൈരുദ്ധ്യമാണ് കേസിൽ നിർണായകമായതും അതുപോലെ തന്നെ പോലീസിനെ കുഴപ്പിച്ചതും. ചോദ്യം ചെയ്യലിനൊടുവിൽ ഉച്ചയോടുകൂടി ഹരികുമാർ കുറ്റസമ്മതം നടത്തി. വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് ഹരികുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അമ്മ ശ്രീതുവിനെ പൂജപ്പുര മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റി. നാളെ അമ്മയെയും മറ്റു ബന്ധുക്കളെയും വീണ്ടും ചോദ്യം ചെയ്യും. ഇതിനുശേഷം ആവശ്യമെങ്കിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കാനാണ് തീരുമാനം. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരാളെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നുണ്ട്. മറ്റ് അന്വേഷണങ്ങൾ തുടരുന്നു. ബാക്കി ആർക്കെങ്കിലും എന്തെങ്കിലും റോളുണ്ടെങ്കിൽ അത് അന്വേഷണത്തിൽ വെളിവാങ്ങുന്ന മുറയ്ക്ക് ബാക്കി നടപടികൾ സ്വീകരിക്കുന്നതാണ്. സഹോദരിയോടുള്ള വ്യക്തിവൈരാഗ്യമാണ് പിഞ്ചുകുഞ്ഞിന്റെ കൊലപാതകത്തിലേക്ക് പ്രതിയെ എത്തിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ഹരികുമാറിന്റെയും ശ്രീതുവിന്റെയും വാട്സാപ്പ് ചാറ്റുകളും അന്വേഷണ സംഘം പരിശോധിച്ചു. ഇത് സംബന്ധിച്ച് വിശദമായി ചോദ്യം ചെയ്യൽ തുടരും. ശ്രീതുവും ഭർത്താവും തമ്മിൽ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി പ്രദേശവാസികൾ പറഞ്ഞു. നാട്ടുകാരെന്നുള്ള രീതി ഞങ്ങൾക്ക് ഇതൊരു ഇതാണ്. അല്ലാതെ കൊച്ചിനെ കൊണ്ട് ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നതല്ല. 2 വയസ്സ് പ്രായമുള്ള കൊച്ചി എങ്ങനെ കിണറ്റിൽ കയറും ചാടും? അതൊന്നുമല്ല. ഇത് ആരോ എന്തോ ചെയ്തതാണ്. അത് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. ആരാണ് കുറ്റവാളിയെ അവരെ നിയമത്തിന്റെ കൊണ്ടുവരണം. എന്തെങ്കിലും ഇതിന്റെ ഇടയിൽ എന്തായാലും കൊച്ച് ഒറ്റയ്ക്ക് ഇറങ്ങി വരില്ല. എന്തെങ്കിലും ഇതിന്റെ ഇടയിൽ ദുരൂഹം ഉണ്ടെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും. പുറത്തുനിന്ന് വേറെ ആരും ഇവിടെ വന്ന് കുട്ടി കൊണ്ടുപോകാനുള്ള ഒരു ചാൻസും ഇല്ല. നമ്മളിവിടെ CC ക്യാമറ വെച്ചിട്ടുണ്ട് പ്രസിഡൻസ് അസോസിയേഷന്റെ. അപ്പോൾ അതിലൊക്കെ നോക്കി അതിലൊന്നും അങ്ങനെ യാതൊരു സംഭവം ഇല്ല. ശ്രീതുവിന്റെ സാമ്പത്തിക ഇടപെടലുകളും വീടിന് സമീപത്ത് കണ്ടെത്തിയ കയറുകൊണ്ടുള്ള കുരുക്കുകളും ആദ്യഘട്ടത്തിൽ സംശയം ജനിപ്പിച്ചിരുന്നു. സാമ്പത്തികമായ ബാധ്യത കൂട്ടിയപ്പോൾ ഏതാണ്ട് 1/2 കോടിയിൽ പരം രൂപയുടെ ബാധ്യത അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. അപ്പോൾ ഇതുകൊണ്ട് നാട്ടുകാർക്ക് മൊത്തത്തിൽ ഈ മരണത്തിൽ ദുരൂഹതയുണ്ട്. കുഞ്ഞിന്റേത് മുങ്ങിമരണമാണെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പ്രതി ഹരികുമാറിന്റെ മൊഴി ശരിവയ്ക്കുന്ന തരത്തിലായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശ്രീതു ശുചിമുറിയിൽ പോയ സമയം നോക്കി പുലർച്ചെ ആരും അറിയാതെ കുട്ടിയെ കിണറ്റിലെറിഞ്ഞെന്നാണ് ഹരികുമാറിന്റെ മൊഴി. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി കുഞ്ഞിന്റെ മൃതദേഹം കോട്ടുകാൽക്കോണത്തെ കുടുംബ വീട്ടിൽ സംസ്കരിച്ചു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.